പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ അഗ്നിപർവ്വതമായിരുന്നു ആയത്തുള്ള അലി ഖമേനി. അമേരിക്കയെ വലിയ പിശാച് എന്നും ഇസ്രായേലിനെ ചെറിയ പിശാച് എന്നും വിട്ടുവീഴ്ചയില്ലാതെ വിളിച്ച ഈ 85-കാരൻ ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന വാർത്ത ലോകത്തെ നടുക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് ആരംഭിച്ച ഒരു വൻ ശക്തിയുടെ പരമോന്നത പദവി വരെ എത്തിയ ഖമേനിയുടെ ജീവിതം പോരാട്ടങ്ങളുടെ വലിയൊരു ചരിത്ര പുസ്തകമായിരുന്നു. 1939 മഷ്ഹദിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഖമേനി ജനിച്ചത്. മതപഠനത്തിന് ശേഷം ഷാ ഭരണകൂടത്തിന്റെ പാശ്ചാത്യവൽക്കരണ നയങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. വിപ്ലവ നേതാവ് ആയത്തുള്ള ഖമേനിയുടെ പ്രിയ ശിഷ്യനായി മാറിയ ഖമേനി 6 തവണ തടവ് ശിക്ഷ അനുഭവിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പ്രതിരോധ മന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും അദ്ദേഹം തിളങ്ങി. 1989 ഖമേനിയുടെ മരണശേഷമാണ് ഖമേനി ഇറാന്റെ സുപ്രീം പവറായി ചുമതലയേറ്റത്. കഴിഞ്ഞ 36 വർഷമായി ഇറാന്റെ സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ എന്നിവയെല്ലാം ഖമേനിയിലൂടെ വൻ പുരോഗതി നേടി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന കരുത്തുറ്റ സൈന്യത്തെ കെട്ടിപ്പടുത്ത അദ്ദേഹം ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ ലോകോത്തര നിലവാരത്തിലെത്തിച്ചു. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്ക് പിന്നിലെ ചാലകശക്തിയും ഖമേനിയുടെ ഉറച്ച നിലപാടുകളായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടം തകർക്കപ്പെട്ടപ്പോൾ പുതിയ ഇറാനിയൻ സർക്കാരിന്റെ നിർണായക ഘടകമായി ഖമേനി മാറി. വിപ്ലവ കൗൺസിലിൽ അംഗമായ അദ്ദേഹം പ്രതിരോധ മന്ത്രിയായും പ്രവർത്തിച്ചു. പ്രസിഡന്റ് പദവിയിലേക്ക് 1981 തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാഖുമായുള്ള ദീർഘകാല യുദ്ധത്തിനിടയിൽ രാജ്യം തകരാതെ കാത്തത് ഖമേനിയുടെ ഭരണപാടവമായിരുന്നു. 1989 ഇസ്ലാമിക വിപ്ലവത്തിന്റെ പിതാവായ ആയത്തുള്ള ഖമേനി അന്തരിച്ചപ്പോൾ ഇറാന്റെ പരമോന്നത സഭ ഖമേനിയെ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തു. അന്നു മുതൽ ഇന്നുവരെ ഇറാന്റെ സർവ്വസൈന്യാധിപനും രാഷ്ട്രീയ മതതലവനും ഖമേനിയാണ്. ഇറാനിൽ പ്രസിഡന്റും പാർലമെന്റും ഉണ്ടെങ്കിലും അവസാന വാക്ക് ആയത്തുള്ള അലി ഖമേനിയുടേതാണ്. സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ, വിദേശനയം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ സായുധ സേനകളിലൊന്നായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അദ്ദേഹത്തിന്റെ കീഴിലാണ്. ആണവ കരാറുകൾ മുതൽ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം വരെ തീരുമാനിക്കുന്നത് ഖമേനിയാണ്. ഖമേനിയുടെ ഭരണ കാലഘട്ടത്തിലാണ് ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറിയത്. അമേരിക്കയെ വലിയ പിശാചെന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത്. ഫലസ്തീൻ പോരാട്ടങ്ങളുടെ പ്രധാന പിന്തുണക്കാരനാണ്. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്ക് പിന്നിലെ കരുത്ത് ഖമേനിയുടെ നിലപാടുകളാണ്. ഇറാന്റെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം നൽകിയ ധൈര്യം അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും എന്നും ചൊടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും പ്രതിരോധ വ്യവസായത്തെയും പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഏതൊരു ഭരണാധികാരിയെയും പോലെ ഖമേനിയും വിവാദങ്ങളിൽ നിന്ന് മുക്തനല്ല. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന കടുത്ത യാഥാസ്ഥിതിക നിലപാടുകൾ യുവതലമുറയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളും മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായി. എന്നിരുന്നാലും രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലും മതവിശ്വാസികൾക്കിടയിലും ഖമേനി ഇപ്പോഴും ഒരു രക്ഷകനായിട്ടാണ് കാണപ്പെടുന്നത്.